നമസ്കാരം. വി.ഡി. സതീശനും യൂത്ത് കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയത്. യൂത്ത് കോൺഗ്രസിനെ പ്രതാപകാലത്ത് ഭയപ്പെട്ടിട്ടില്ലെന്നും പിന്നെയല്ലേ ഇപ്പോൾ എന്നും മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സതീശന്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം, അവരുടെ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗുണ്ടകൾ വഴിനീളെ ആക്രമണം അഴിച്ചുവിട്ടിരുന്ന ആ കാലത്തും ഞാൻ അതിലെ നടന്നിട്ടുണ്ട് സതീശ, അത് മനസ്സിലാക്കിക്കോ. മാലൂർ പഞ്ചായത്തിലെ തോലാമ്പ്ര വെച്ചായിരുന്നു അത്. ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എന്റെ നേരെ തോക്ക് ചൂണ്ടിയ സംഭവം ഉണ്ടായി. വെടിയൊന്നും വെച്ചില്ല. ഞാൻ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ ഡിവൈഎസ്പി എന്നോട് പറഞ്ഞത് അത് കളിത്തോക്കായിരുന്നെന്നാണ്. അത് ശരിയായ തോക്കാണോ കളിത്തോക്കാണോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല. പക്ഷേ അതൊരു ക്രിമിനൽ താവളമായിരുന്നു. സതീശൻ മനസ്സിലാക്കേണ്ടത്, സതീശൻ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിന് മുന്നിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുകയായിരുന്നു. അതും മനസ്സിൽ വെച്ചോളൂ. യൂത്ത് കോൺഗ്രസിന്റെ ആ പ്രതാപകാലത്ത് ഭയപ്പെടേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് എന്താ പ്രതാപമുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് വല്ലാതെ മേനി നടിക്കാൻ പുറപ്പെടേണ്ട. ആരെയാണ് ഞങ്ങൾ ഭയപ്പെടേണ്ടത്, എന്തിനാണ് ഭയപ്പെടേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. കൂടാതെ കരിങ്കൊടിക്കാർക്കു നേരെയും കൈവീശിയാണ് ഞങ്ങൾ പോകുന്നത്. താൻ സാഡിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇടയ്ക്കിടെ പറഞ്ഞാൽ ജനങ്ങൾ അത് വിശ്വസിക്കുമെന്നാണോ കരുതുന്നത് എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. അതായത് ഒരൊറ്റ തള്ളി എന്നത് തന്നെ. 2000 പോലീസുകാരുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് സത്യവുമാണ്. സാധാരണയായി തന്റെ കൂടെ ഉണ്ടാകാറുള്ള പോലീസുകാർക്ക് പുറമെ ഒരു പോലീസ് വാഹനം കൂടി അധികമായി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. താൻ മഹാരാജാവായാണ് കഴിയുന്നതെന്നാണ് സതീശൻ പറഞ്ഞത്. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം. ഏതെങ്കിലും വിഭാഗത്തിന്റെ രാജാവായിട്ടില്ല, ജനങ്ങളുടെ ദാസന്മാരായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി മറുപടിയും പറയുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസിന് പുറമെ ഡിവൈഎഫ്ഐക്കാർ കൂടി കൈകാര്യം ചെയ്തതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. നവകേരള സദസ് എന്ന മന്ത്രിസഭയുടെ സംസ്ഥാന പര്യടനം അവസാന ദിനങ്ങളിലേക്ക് കടന്നപ്പോൾ ഭരണ പ്രതിപക്ഷ മുന്നണികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അവസ്ഥ വന്നു. കോൺഗ്രസ് പ്രതിഷേധക്കാരെ കല്യാശ്ശേരിയിൽ CPM നേരിട്ടപ്പോൾ മുതൽ നീർനിന്ന പ്രതിഷേധം ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ചതോടെ പുതിയ തലത്തിലേക്ക് എത്തുകയായിരുന്നു. വിവിധ സ്റ്റേഷനുകൾക്ക് മുന്നിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റുമുട്ടിയിരുന്നു. പോലീസ് പിടികൂടിയ പ്രതികൾ രക്ഷപ്പെട്ട DCC ഓഫീസിൽ ഒളിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും കോൺഗ്രസ് പ്രവർത്തകരുമായി വീണ്ടും സംഘർഷം ഉടലെടുക്കുകയും ചെയ്തു. DCC ഓഫീസിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച പോലീസിനെ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ തടഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട മണിക്കൂറുകളോളമാണ് DCC ഓഫീസിന് മുമ്പിൽ സംഘർഷം നിലനിന്നത്. കഴിഞ്ഞ കുറെ നാളുകൾ വരെ കടലാസ് പോലും ചുരുട്ടി എറിയരുത് എന്നാണ് ഇവരോട് പറഞ്ഞിരുന്നത്. അത് മാറ്റിപ്പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനിയും നോക്കി നിൽക്കാനാകില്ല. പിന്നീട് കണ്ടത് തീയായി മാറുന്ന പ്രതിപക്ഷത്തെയായിരുന്നു. പത്തനംതിട്ടയിൽ യുവമോർച്ചക്കാർ ഡിവൈഎഫ്ഐക്കാരെ പഞ്ഞിക്കിട്ട് മാതൃക കാണിച്ചു കൊടുത്തിരുന്നു. ഇത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൊല്ലത്ത് ഡിവൈഎഫ്ഐക്കാരുടെ തലയും പൊട്ടി. യൂത്ത് കോൺഗ്രസുകാർ തങ്ങളെ തല്ലാൻ വന്ന ഡിവൈഎഫ്ഐക്കാരെ വടിയുമായി നേരിട്ടു. പിറ്റേന്ന് തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ രംഗത്തിറങ്ങിയതോടെ കോൺഗ്രസിന്റെ നയം വ്യക്തമായി. നവകേരള യാത്ര സമാപിക്കുന്ന ശനിയാഴ്ച കോൺഗ്രസ് പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നിശ്ചയിച്ചിരുന്നു. ഈ മാർച്ചിനെയും പോലീസ് അതിശക്തമായി നേരിടും. ഇന്ന് KSUവും മാർച്ച് നടത്തിയിരുന്നു. ഇതും അക്രമത്തിലേക്ക് പോയാൽ പോലീസ് ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും ചെയ്യും. നന്ദി.